بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പുതം 1452 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈനബ് റളിയല്ലാഹു അൻഹയുമായി ഉള്ള വിവാഹം ഹിജ്റ 5-ാം വർഷത്തിലാണ് നടക്കുകയുണ്ടായത്. അഹ്സാബ് യുദ്ധവും ബനു ഖുറൈള ഗോത്രത്തിനെതിരെയുള്ള ഉപരോധവും നടപടികളും ഒക്കെ നടക്കുന്നതിനെ തുടർന്ന് അത് സംബന്ധമായി ഉടലെടുത്ത വിവാദങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് സൂറത്തുൽ അഹ്സാബില് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായത്. ആ ഭാഷണത്തിന്റെ ഒരു അവസാന ഭാഗം എന്നുള്ള നിലക്ക് അല്ലാഹു പറയുന്ന കാര്യം 40-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുകയുണ്ടായി. മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടത്തിലെ ആണുങ്ങളിൽ ഒരാളുടെയും പിതാവല്ല. അദ്ദേഹം വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ. അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാണ്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ ഡെസിഗ്നേഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ നിലക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ പെട്ട ഒരാണിന്റെയും പിതാവല്ല. ഇത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം, സൈനബുമായുള്ള വിവാഹം നടന്നിരിക്കുകയാണ്. അല്ലാഹു നേരിട്ട് സൈനബിനെ ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയ അതിനെ തുടർന്നാണല്ലോ ഈ ആയത്ത് വരുന്നത്. സൈനബുമായുള്ള വിവാഹ ബന്ധത്തിലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആൺകുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല എന്നൊരു സൂചന ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ആയത്ത് അന്ത്യനാൾ വരെ ആളുകൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ പ്രവാചകന് ആൺമക്കൾ ശൈശവഘട്ടം പിന്നിട്ട് ആരും തന്നെ ജീവിക്കുകയുണ്ടായിട്ടില്ല. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷമുണ്ടായ വിവാഹബന്ധങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയത്തിന്റെ തുടർച്ചയായിട്ട് ഇപ്പോ ദത്തുപുത്രന്റെ അല്ലെങ്കിൽ സ്വന്തം പുത്രന്റെ വിവാഹമുക്തയായ പത്നിയെ, മുൻ ഭാര്യയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ കോലാഹലവും ആക്ഷേപവും ഒക്കെയാണ് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ജാഹിലിയ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു അനാചാരം, അത് അള്ളാഹു അംഗീകരിച്ചിട്ടില്ല, അള്ളാഹു അത് അവസാനിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു 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 ധാരണ, ഒരു തോന്നല് ആളുകളുടെ മനസ്സിൽ അവശേഷിക്കാനും പാടില്ല എന്ന വിധത്തിൽ തന്നെയാണ് അള്ളാഹു തന്റെ പ്രവാചകനെ തന്നെ അതില് ഒരു ഇൻസ്ട്രുമെന്റ് ആക്കിക്കൊണ്ട് ഈ ഒരു വിവാഹബന്ധം നടത്തിക്കുന്നതും സമൂഹത്തിൽ നിലനിന്നിരുന്ന ദത്തുപുത്രന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലിഖിതമായി പിന്തുടർന്നു വന്നിരുന്ന ആചാരം അള്ളാഹു അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ കാര്യം നമ്മൾ പഠന വിധേയമാക്കി കഴിഞ്ഞ ആയത്തുകളിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹു പ്രതിപാദിക്കുകയുണ്ടായത് നമ്മൾ കാണുകയുണ്ടായി. അള്ളാഹുവിന്റെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, തികവാർന്ന ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമ എന്നാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു വ്യക്തമാക്കുന്നത്. എല്ലാറ്റിനെ കുറിച്ചും തികഞ്ഞ ജ്ഞാനമുള്ളവനാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. അപ്പോ അള്ളാഹുവിന്റെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നടപടി. ആരൊക്കെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരും എന്നതുകൂടി അള്ളാഹുവിനറിയാം. ആ ജ്ഞാനം, അതൊക്കെ സംബന്ധമായ ജ്ഞാനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ നടപടി അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത് എന്നതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ഈ വിവാദം കൊഴുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് ഇസ്ലാമിക സമൂഹം, ആ ഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുയായികളും നേരിട്ടുകൊണ്ടിരുന്നത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ്. ബാഹ്യമായ ഇസ്ലാമിന്റെ ശത്രുക്കൾ അടങ്ങിയ സമൂഹത്തോട്, അല്ലെങ്കിൽ ഇസ്ലാമിനെ നേരിടാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സമൂഹത്തെയും തകർത്ത് എറിയാൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയ സൈനിക നീക്കങ്ങളൊക്കെ നടന്നതും അതിനെ ചെറുത്ത് തോൽപ്പിച്ചതും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. അതിനു പുറമെ കപടവിശ്വാസികളും അതേപോലെ ഇസ്ലാമുമായി ആദർശബന്ധമുണ്ട് എന്ന് സ്വകാര്യമായിട്ടെങ്കിലും മനസ്സിലാക്കുന്ന വേദവിഭാഗങ്ങളിൽപ്പെട്ട യഹൂദരൊക്കെയും ഈ ഒരു അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ രംഗത്ത് വരാനുള്ള ഒരു നല്ല സാധ്യത ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് വ്യക്തമാക്കുകയാണ് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ഈ ചെറിയ 4 ആയത്തുകളിലായി. 41 മുതൽ 44 വരെയുള്ള ഈ വളരെ ദൈർഘ്യം കുറഞ്ഞ ആയത്തുകളിൽ അള്ളാഹു പ്രായോഗികമായിട്ട് അത്തരം വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെ വിശ്വാസികൾ ഏത് വിധത്തിലാണ് നേരിടേണ്ടത് എന്നതാണ് പഠിപ്പിക്കുന്നത്.
സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ വത്സിക്കുന്ന ഒരു നിലപാട് വരെ അവരിൽ നിന്ന് ഉണ്ടാകുന്നു. വളരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വ്യക്തിഹത്യ ചെയ്യുകയും പരിഹസിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? അവരും അത്തരം പ്രചാരവേലകളുടെ ഇരകളായി അതിന്റെ ഭാഗമായി ചെന്ന് വീഴണോ, മിണ്ടാതിരിക്കണോ? അതല്ല അവര് വേറെ വല്ലതും ചെയ്യാനുണ്ടോ? ഇങ്ങനെ ഒരു വിഷയം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. വിശ്വാസികളുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഈ ഒരു മാനസികമായ ഒരു പ്രതിസന്ധിയുണ്ട്. അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളിക്ക് അല്ലെങ്കിൽ ആ പ്രതിസന്ധിക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും പ്രായോഗികമായ ഒരു വഴി വ്യക്തമാക്കിക്കൊണ്ടാണ് അള്ളാഹു ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് വായിച്ചു വെച്ച 4 ആയത്തുകളിലായിട്ട് വിശദീകരിക്കുന്നത്. ആ ആയത്തുകൾ നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ടവരെ. അങ്ങനെ നേരിട്ട് സത്യവിശ്വാസികളുടെ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്കുള്ള ഒരു നിർദ്ദേശം എന്നുള്ള നിലക്കാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. നേരിട്ട് അവരെ അഭിസംബോധന ചെയ്യാൻ. യാ അയ്യുഹല്ലദീന ആമനു. തൊട്ടു മുമ്പ് നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയുന്നതൊക്കെ കാണുകയുണ്ടായി. നേരിട്ട് ചില നടപടികൾ അള്ളാഹു നടപ്പിലാക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ നേരിട്ട് വിളിച്ചുകൊണ്ടൊക്കെ തന്നെ. നമ്മളത് വ്യക്തമായി മനസ്സിലാക്കിയതാണ്. അതിനെ തുടർന്ന് ഇവിടെ സത്യവിശ്വാസികളുടെ നേരെ തിരിഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഒരു കാര്യം അവരോട് നിർദ്ദേശിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. നിങ്ങൾ അള്ളാഹുവിനെ ഏറ്റമേറ്റം സ്മരിച്ചുകൊണ്ടിരിക്കുക. പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോ, അവഹേളന അസഹ്യമാകുമ്പോ, ആക്ഷേപങ്ങൾ ശക്തമായി ഉയർന്നു വരുമ്പോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അള്ളാഹുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന വിധത്തില് നിങ്ങൾ നിരന്തരമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ സ്മരിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കുന്നവരാവുക, അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാവുക. ഒരു കാരണവശാലും അള്ളാഹു എന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകുന്ന വിധത്തിലുള്ള ഒരു മാനസിക നിലപാട് നിങ്ങളിൽ നിന്ന് ഉണ്ടാവാതിരിക്കുക. ദിക്റുകള് നാവ് കൊണ്ട് ചുണ്ടുകൊണ്ടൊക്കെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസപരമായ കരുത്ത് പകരുന്ന ഒരു കാര്യമാണ്. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഉൾക്കൊണ്ട ഒരു കാര്യം തന്നെ ആവർത്തിച്ച് നാവിൻ തുമ്പിലും ചുണ്ടുകളിലുമായിട്ട് നമ്മൾ ആ കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, അത് നമുക്ക് മനോധൈര്യം പകരുന്ന, നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ കൂടുതലായിട്ട് ഉറപ്പിച്ചു നിർത്തുന്ന, ചാഞ്ചല്യം ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ മാത്രമല്ല, പൂർവിക പ്രവാചകന്മാര് പഠിപ്പിച്ച സകല ശരീഅത്തുകളിലും വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയായിട്ട് അദ്കാറുകൾ, അള്ളാഹുവിനെ സ്മരിക്കുന്ന വിധത്തിലുള്ള വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായിട്ട് നിരന്തരമായിട്ട് സ്മരിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക. അത് മനസ്സിൽ നിങ്ങൾ അള്ളാഹുവിനെ ഏത് കാര്യം അഭിമുഖീകരിക്കുമ്പോഴും ഓർക്കുന്നത് പോലെ
നിങ്ങളുടെ നാവുകളിലും ചുണ്ടുകളിലുമൊക്കെയായിട്ട് അള്ളാഹുവിന്റെ നാമം ആവർത്തിച്ച് നിങ്ങൾ സ്മരിക്കുന്നത് അല്ലെങ്കിൽ ഉച്ചരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതി തന്നെയാണ്. ഒരു ഭാഗത്ത് അള്ളാഹുവും അവന്റെ ദൂതനും ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് നേരിടുന്ന ഒരു രീതി, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുവിന്റെ പ്രവാചകനെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിന് സ്വലാത്ത് ആശംസിച്ചുകൊണ്ടും ഒക്കെ കൂടുതൽ സ്മരിക്കുക എന്നത് തന്നെയാണ്. ലോകത്ത് ആര് എത്ര തന്നെ ബത്സിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഏറ്റവും ഏറെ പ്രകീർത്തിക്കപ്പെടുന്നത് അള്ളാഹുവും അവന്റെ ദൂതനുമാണ് എന്നത്, അള്ളാഹുവും അവന്റെ ദൂതനുമാണ് ഏറ്റവും ഏറെ സ്മരിക്കപ്പെടുന്നത് എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ലോകത്തിന് ഏറ്റവും ഏറെ വെല്ലുവിളി നേരിടുന്ന മതവിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. അതിൽ സംശയമൊന്നുമില്ല. എല്ലാ ഭാഗത്തു നിന്നും എല്ലാ തലത്തിലും, ബൗദ്ധിക തലത്തിലും സൈനിക മേഖലയിലും രാഷ്ട്രീയമായും സാമൂഹ്യമായും ഒക്കെ തന്നെ നിരന്തരം വെല്ലുവിളികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത ദർശനമാണല്ലോ ഇസ്ലാം. പക്ഷെ സമാന്തരമായി തന്നെ നമുക്ക് കാണാൻ കഴിയുക ലോകത്ത് ഏറ്റവും ഏറെ പ്രകീർത്തിക്കപ്പെടുന്നത് അള്ളാഹു തന്നെയാണ്. അതേപോലെ തന്നെ ഏറ്റവും ഏറെ പ്രശംസിക്കപ്പെടുന്നത്, വാഴ്ത്തപ്പെടുന്നത് അള്ളാഹുവിന്റെ ദൂതനുമാണ് എന്നത് കാണാൻ സാധിക്കും. ഇത് ഒരു പോസിറ്റീവ് സ്ട്രാറ്റജിയാണ്. വെല്ലുവിളികൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ വിശ്വാസത്തെ മാറ്റുരക്കപ്പെടുന്ന വിധത്തിലുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ നേരിടുന്ന പല വഴികളുണ്ട്. അതിൽ സുപ്രധാനമായൊരു വഴി വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തില് അള്ളാഹുവിന്റെ നാമങ്ങള് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തസ്ബീഹും തഹമീദും ഒക്കെ തന്നെ നിരന്തരമായി ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നത് കൂടിയാണ്. വിശേഷിച്ച് പ്രതിസന്ധികൾ രൂക്ഷമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, തടവറയിൽ കഴിയേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അതികഠിനമായ ഭീതി അനുഭവപ്പെടുമ്പോൾ, ഭയപ്പെടുത്തി വിരട്ടി അതുപോലെ ഭീഷണിപ്പെടുത്തി ആദർശത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന വിധത്തിലുള്ള നടപടികൾ പലരും സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു വിദ്യ അല്ലെങ്കിൽ ഒരു രീതി അള്ളാഹു പഠിപ്പിക്കുന്നത് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ എന്നാണ്. തസവൂഫ് പിന്തുടരുന്ന ആളുകള് ഒരു പക്ഷെ മറ്റു വിഭാഗങ്ങളെക്കാൾ ഏറെയായിട്ട് പിന്തുടരുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായിട്ട് നിരന്തരമായും ധാരാളമായും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. വസബ്യഹൂഹു ബുക്രതം വ അസ്വീല, അവനെ നിങ്ങള് വാഴ്ത്തുക, അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് നിങ്ങൾ ദിക്റുകൾ ചെയ്യുക, പ്രഭാതത്തിലും പ്രദോഷത്തിലും. പ്രഭാതം പകലിന്റെ തുടക്കമാണ്, പ്രദോഷം രാത്രിയുടെ തുടക്കമാണ്. അപ്പോ രാവിലെ, അതിരാവിലെ മുതൽ പകലുടനീളവും സന്ധ്യ മുതൽ രാവുടനീളവും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതില്, തസ്ബീഹ് ചെയ്യുന്നതില് ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതാണ് അള്ളാഹു ഇവിടെ പിന്തുടരേണ്ട ഒരു ചര്യയായിട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ വലിയ പ്രതിസന്ധികളായിരിക്കും നേരിടുന്നുണ്ടാവുക. രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട്, സൈനികമായ ഭീഷണികളുണ്ട്, ഉരുക്കുമുഷ്ടികളൊക്കെ നിങ്ങൾക്ക് നേരെ നീണ്ടുവരുന്നുണ്ടാകും. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ ആത്മവീര്യം ചോർന്നു പോകാതിരിക്കാൻ ഓരോരുത്തർക്കും ബോധ്യമായിട്ടുണ്ടാവേണ്ടത് നിങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നതാണ്. ആ ബോധ്യം നമ്മളിൽ ശക്തിപ്പെടുത്തുന്നതിന് ഏറെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ നിരന്തരമായി സ്മരിച്ചുകൊണ്ടിരിക്കലും
അവന് നിരന്തരമായി പകലുടനീളവും രാവുടനീളവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അവന് തസ്ബീഹ് ചെയ്യുക എന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി വസുബ്ഹാനല്ലാഹിൽ അലീം എന്ന വളരെ പ്രസിദ്ധമായ ഒരു തസ്ബീഹിന്റെ രീതിയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു രീതിയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി വസുബ്ഹാനല്ലാഹിൽ അലീം. അത് 2 വാക്യങ്ങളാണ്. നാവിൻ തുമ്പിലും ചുണ്ടുകളിലുമൊക്കെ വളരെ ഭാരം കുറഞ്ഞതായിട്ട് തോന്നും. ആർക്കും എത്രയും എളുപ്പത്തിൽ ഒന്നും കഴിയാത്ത സമയത്തും ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. സാമ്പത്തികമായി പിൻബലം നൽകാൻ പറ്റുന്നില്ല, സൈനികമായി അല്ലെങ്കിൽ കായികമായി എന്തെങ്കിലും സംഭാവനകൾ അർപ്പിക്കാൻ പറ്റുന്നില്ല, ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ തുലാസുകളെ നിറയ്ക്കാൻ ഈ 2 വാക്യങ്ങൾ മതി എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നാവിൻ തുമ്പിൽ വളരെ ഭാരം കുറഞ്ഞതാണെങ്കിൽ അള്ളാഹുവിന്റെ നമ്മുടെ കർമ്മങ്ങളെ മൂല്യനിർണയിക്കുന്ന തുലാസുകളിലായിട്ട് അവ വലിയ ഭാരമുള്ളതാണ്. സഖീലത്താനി ഫിൽ മീസാൻ എന്നാണ്, വളരെ ഖനമുള്ളതാണ് അള്ളാഹുവിന്റെ കർമ്മങ്ങളെ തൂക്കി നോക്കുന്ന തുലാസിൽ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഏത് ഫക്കീറിനും അള്ളാഹുവിന്റെ തുലാസില് വളരെ ധന്യതയുള്ള തൂക്കം ലഭിക്കുന്നതിന് ഉപകരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്. അത് പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പോൾ കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഘട്ടങ്ങളിലാണെങ്കിൽ ഭൗതിക ലോകത്ത് തന്നെ ഭീതി, ഭയം, ആശങ്ക, അതുപോലെ പ്രതിസന്ധികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ, ഇതിനെയൊക്കെ തന്നെ നേരിടാൻ ഈമാന് കരുത്ത് പകരുന്ന ഒരു പ്രവർത്തനം എന്ന നിലക്കാണ് അള്ളാഹു ഇവിടെ അത് നിർദ്ദേശിക്കുന്നത്. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, അവനെ തസ്ബീഹ് ചെയ്യുക. മഹാനായ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം കടലില് മത്സ്യത്തിന്റെ വയറ്റില് അന്ധകാരത്തിന് മേൽ അന്ധകാരത്തില് അകപ്പെട്ട് കിടക്കുന്ന ഘട്ടത്തില് നടത്തിയ പ്രാർത്ഥന അള്ളാഹു വിശുദ്ധ ഖുർആനില് അനുസ്മരിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നാണ് യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അന്ധകാരത്തിന് മേൽ അന്ധകാരം അദ്ദേഹത്തെ പൊതിഞ്ഞു കിടക്കുന്ന ആ സന്ദർഭത്തില് അത്രയും കടുത്ത പ്രതിസന്ധിയില് ഉരുവിടുകയുണ്ടായത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, നീ അല്ലാത്തൊരു ആരാധ്യനില്ല, നീ അങ്ങേയറ്റം പരിശുദ്ധനാണ്, ഞാൻ വലിയ അബദ്ധം ചെയ്തു പോയ, ളുൽമ് ചെയ്തു പോയ ആളാണ് എന്ന് ഏറ്റുപറയുകയാണ് യൂനുസ് അലൈഹിസ്സലാം ചെയ്യുന്നത്. അപ്പൊ ദിക്റുകൾ വളരെ പ്രധാനമാണ്. വിശേഷിച്ച് ജീവിത പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ ദിക്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ, ദാരിദ്ര്യത്തെ നേരിടുമ്പോൾ പോലും ദിക്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ വിശ്വാസികള് സന്നദ്ധരാവുകയാണെങ്കിൽ മാനസികമായി തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ അത് അവർക്ക് കരുത്ത് നൽകും. അപ്പോ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലുമായിട്ട് അല്ലെങ്കിൽ പകലുടനീളവും രാവുടനീളവുമായി അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് കരുത്തു പകരും, വലിയ ധന്യത ഉണ്ടാക്കും, നിങ്ങളുടെ കർമ്മങ്ങളുടെ തട്ട് കനം കൂടിയതാക്കി മാറ്റും, നിങ്ങളുടെ ഈമാൻ ചോർന്നു പോകാതെ കാത്തു സംരക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ്, ഹുവല്ലദീ യുസല്ലി അലൈക്കും, അവനാണ് നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞത്, നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തത്, നിങ്ങൾക്ക് സ്വലാത്ത് ചെയ്തത് അള്ളാഹുവാണ്. ഹുവല്ലദീ യുസല്ലി അലൈക്കും, അള്ളാഹു നമ്മളെ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയുന്നു, അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു എന്നാണ് അർത്ഥം. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്നല്ല. മലക്കുകള് സ്വലാത്ത് ചൊല്ലുന്നു അല്ലെങ്കിൽ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകള്
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. പിന്നെ മനുഷ്യര് പരസ്പരം തന്നെയും അവരെ അഭിവാദനം ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് ഹുവല്ലദീ യുസല്ലി അലൈക്കും, അവനാണ്, അള്ളാഹുവാണ് നിങ്ങൾക്കായിട്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്, നിങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിക്കുന്നത് അള്ളാഹുവാണ്. അവൻ നിങ്ങളുടെ മേൽ കാരുണ്യം ചൊരിയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനോടുള്ള തേട്ടം ഇടമുറിയാതെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തില് മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു വഴി. ഹുവല്ലദീ യുസല്ലി അലൈക്കും, അതുപോലെ മലായികതുഹു, അവന്റെ മാലാഖമാരും നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്. മാലാഖമാര് യുസല്ലി അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു യുസല്ലി അലൈക്കും എന്നിവിടെ സൂചിപ്പിച്ചല്ലോ തുടക്കത്തില്. അപ്പൊ മലായികതുഹു എന്ന് പറഞ്ഞാൽ അവന്റെ മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അവന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവിക കാരുണ്യവും അനുഗ്രഹവും ലഭ്യമാവാൻ മലക്കുകൾ നിരന്തരമായിട്ട് ആശംസിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അക്കാര്യം ഈ ആയത്തിന്റെ ഭാഗം സൂചിപ്പിക്കുന്നത്. ലിയുഖ്രിജക്കും മിനൽ ളുലുമാതി ഇലൻ നൂർ. എന്തിനു വേണ്ടിയാണ് അള്ളാഹു നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്, മലക്കുകൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്? അതിന്റെ താല്പര്യം ഇതാണ്. ലിയുഖ്രിജക്കും മിനൽ ളുലുമാതി ഇലൻ നൂർ, നിങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. നിങ്ങളെ പുറത്തു കൊണ്ടുവരണം. എവിടുന്നാണ്? മിനൽ ളുലുമാത്, വിവിധങ്ങളായ അന്ധകാരങ്ങളിലാണ് മനുഷ്യരകപ്പെട്ട് കിടക്കുന്നത്. 1 2 3 100 1000 അല്ല, അസംഖ്യം ളുലുമാത്തുകളിലായിട്ടാണ് മനുഷ്യൻ അകപ്പെട്ട് കിടക്കുന്നത്. അത്തരം അസംഖ്യം എണ്ണമറ്റ അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് ഇലന്നൂർ, പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ താല്പര്യം. പ്രകാശം ഒന്നേ ഉള്ളൂ, അതിന്റെ സ്രോതസ് അള്ളാഹുവാണ്. നൂറു സമാവാത്തി വല്ലാർന്നു, പ്രപഞ്ച സാകല്യത്തിന്റെ പ്രകാശം അള്ളാഹുവാണ് എന്ന് സൂറത്തു നൂറിൽ അള്ളാഹു പറയുന്ന കാണാം. അള്ളാഹു നൂറു സമാവാത്തി വല്ലാർന്നു, ആകാശഭൂമികളുടെ പ്രപഞ്ച സാകല്യത്തിന്റെ പ്രകാശം അള്ളാഹുവാണ് എന്ന്. അള്ളാഹുവിന്റെ പ്രകാശം കിട്ടുന്നവർക്ക് ഹൃദയത്തിൽ വെളിച്ചം കിട്ടുള്ളൂ. അവർക്ക് ശരിയായ വെളിച്ചത്തിൽ കാര്യങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവര് വെളിച്ചമുണ്ടെങ്കിലും ഒന്നും കാണൂല, ഒന്നും അതിന്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നവരായിട്ട് ഉണ്ടാവില്ല. കാഴ്ചകൾ കണ്ടങ്ങനെ നീങ്ങുന്ന ഒരു സ്വപ്നാടനത്തിലുള്ള ഒരാളെ പോലെയൊക്കെയാണ് ഒരാള് ഉണ്ടാവുക. വെളിച്ചം ഉണ്ടാവും, സൂര്യൻ മുകളിൽ കത്തി നിൽക്കുന്നുണ്ടാവും, രാത്രി ചന്ദ്രന്റെ വെളിച്ചം ഉണ്ടാവും, നക്ഷത്രങ്ങളുടെ വെളിച്ചം ഉണ്ടാവും, നമ്മുടെ വൈദ്യുതി വിളക്കുകളുടെ വെളിച്ചം ഉണ്ടാവും. ഇതൊക്കെ തന്നെ വെളിച്ചം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരാൾ ഇരുട്ടിൽ തന്നെയാണ്, അന്ധകാരങ്ങളിൽ തന്നെയാണ്. നമുക്കറിയാം, അങ്ങനെ ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയുള്ള പല മടങ്ങ് ഇരുട്ടുകളിലാണ് എന്നതാണ് സത്യം. അവര് വലിയ കെട്ടിടങ്ങളിലൊക്കെ വസിക്കുന്നവരായിരിക്കും, വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരായിരിക്കും, വലിയ സൈനിക വ്യൂഹങ്ങൾ അവരുടെ കൽപ്പന കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഇരുട്ടിലാണ്. ജീവിതം എന്താണ് എന്നത് ബോധ്യപ്പെടാത്ത, സ്വന്തം സ്രഷ്ടാവിന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത, താൻ ആരാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലാത്ത, ജീവിത ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് മുന്നേറാൻ യാതൊരു ശ്രമവും നടത്താൻ സാധിച്ചിട്ടില്ലാത്ത മഹാഭാഗ്യദോഷികളായ ആളുകളായിട്ടാണ് അവരുണ്ടാവുക. പ്രത്യക്ഷത്തിൽ അവർ വലിയ ഘനഗംഭീരന്മാരൊക്കെ ആയിരിക്കും. അപ്പോ അള്ളാഹുവിടെ പറയുന്നത്, അള്ളാഹുവാണ് നിങ്ങൾക്ക് കാരുണ്യമേകിയിട്ടുള്ളത്, നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുള്ളത്. അവന്റെ മലക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടി അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ആശംസിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നിട്ടോ എന്തിനാണത്? ലിയുഖ്രിജക്കും മിനൽ ളുലുമാതി ഇലൻ നൂർ, നിങ്ങളെ വിവിധങ്ങളായ ഇരുട്ടുകളിൽ നിന്ന് മോചിപ്പിച്ച് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. തിരിച്ചറിവാണ് പ്രകാശം. അള്ളാഹുവിന്റെ
ദിവ്യപ്രകാശമാണ് ഈ പ്രപഞ്ചത്തെ പ്രഭാപൂരിതമാക്കുന്നത്. മനുഷ്യ മനസ്സുകളിൽ അത് പ്രവർത്തനക്ഷമമാകുമ്പോൾ വല്ലാത്തൊരു തിരിച്ചറിവിന്റെ ബോധ്യമാണ്, ആ ബോധ്യത്തിന്റെ തിളക്കമാണ് കണ്ണുകളിൽ ഓരോരുത്തർക്കും ഉണ്ടാവുക. ഹൃദയങ്ങളിൽ അത് പ്രകാശം ചൊരിയുന്നു, കണ്ണുകളിൽ ആ പ്രകാശത്തിന്റെ തിളക്കം, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടതിന്റെ ഒരു റിഫ്ലക്ഷൻ കണ്ണുകളിൽ പ്രകടമാണ്. അവരുടെ ഹൃദയങ്ങളിൽ എന്തുമാത്രമാണ് ആ പ്രകാശം പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ആയത്തുൻ നൂറില് അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മൾ ആയത്തുൻ നൂറ് നേരത്തെ പഠിച്ചതാണ്. സൂറത്തുൻ നൂറിലെ ആയത്തുൻ നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന അള്ളാഹു നൂറു സമാവാത്തി വല്ലാറുണ്ട്. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹ മിസ്ബാഹുൻ എന്ന് തുടങ്ങുന്ന ആ ഭാഗം, അതില് ഒരു വിളക്ക് മാടത്തോട് ഉപമിക്കുകയാണ്. അതൊരു ചില്ലുകൂട്ടിലാണ് വിളക്കുള്ളത്. അത് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഇന്ധനം നൽകപ്പെട്ടിട്ടില്ലെങ്കിലും അതില് തീ സ്പർശനം ഉണ്ടായിട്ടില്ലെങ്കിലും ഒക്കെ അത് കത്തും എന്ന് പറഞ്ഞ മനുഷ്യ ഹൃദയത്തില് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം സൃഷ്ടിക്കുന്ന ഒരു പ്രകാശ പൂർണിമയുണ്ട്. അത് ബാഹ്യമായിട്ടൊരു ഇന്ധനം നൽകപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് ഒരു തീ കാണിച്ച് അല്ലെങ്കിൽ അത് കത്തിക്കാൻ ഒരു തീനാളം കാണിച്ച് അത് കത്തിച്ചു നിർത്തിയത് കൊണ്ടൊന്നുമല്ല. അതൊന്നുമില്ലാതെ തന്നെ അത് വലിയ പ്രഭ ചൊരിയുന്ന ദൈവിക പ്രകാശത്തിന്റെ സാന്നിധ്യമാണ്. ആ വിധത്തിൽ മനുഷ്യ ഹൃദയം പ്രവർത്തിക്കും എന്നതാണ് ആയത്തുൻ നൂറിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഇവിടെ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മേലെ ചൊരിയുന്നതും മലക്കുകൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ ആശംസിച്ചു കൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ ലിയുഖ്രിജക്കും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ, നിങ്ങളെ വിവിധങ്ങളായ അന്ധകാരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. വകാന ബിൽ മുഅ്മിനീന റഹീമ, വിശ്വാസികളോട് പ്രത്യേകമായ കാരുണ്യം കാണിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് തുടർന്ന് പറയുന്നത്. വല്ലാത്തൊരു കോയിൻസിഡൻസ് ഈ ആയത്തില് ഈ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പലപ്പോഴും വിശുദ്ധ ഖുർആനിൽ അർ-റഹ്മാൻ അർ-റഹീം എന്നീ രണ്ട് വിശേഷണങ്ങൾ കാണുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്, അതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലും വേറെ ചിലയിടങ്ങളിലൊക്കെ നമുക്ക് അർ-റഹ്മാൻ അർ-റഹീം എന്ന് ആവർത്തിച്ചു വരുന്ന കാണാം. രണ്ടും റഹ്മാനും റഹീമും കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളെയും പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന കാരുണ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് പോലും ധാരാളം ജീവിത വിഭവങ്ങൾ നൽകപ്പെടുന്നതും സുഖക്ഷേമകരമായ അവസ്ഥ അവരിൽ പലർക്കും അനുഭവിക്കാൻ സാധിക്കുന്നതും ഒക്കെ. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാവും, നിഷേധിക്കുന്നവരാവും, തള്ളിപ്പറയുന്നവരാകും. ഇങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം അവരെയൊക്കെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ റഹീം എന്ന വാക്ക് വിശുദ്ധ ഖുർആനിലെ പ്രയോഗത്തിന്റെ പ്രത്യേകത വിലയിരുത്തിക്കൊണ്ട് പഠന വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് അള്ളാഹു പ്രത്യേകമായിട്ട് അവന് വഴിപ്പെട്ട, അവനെ അംഗീകരിച്ച, അവനിലേക്ക് മടങ്ങിയ ആളുകളോട് കാണിക്കുന്ന കാരുണ്യമാണ് എന്നത്. അള്ളാഹുവിന്റെ കാരുണ്യം, മഗ്ഫിറത്ത് ആർക്കാണ് ലഭിക്കുക? അള്ളാഹുവിന് വഴങ്ങിയ, അള്ളാഹുവിന് വിധേയപ്പെട്ട, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്കാണല്ലോ. അപ്പൊ ഗഫൂറുൻ റഹീം എന്ന് ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. പുറത്തു കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനും. പക്ഷെ റഹ്മാൻ എന്നത് ആ വിധത്തിലുള്ള കോമ്പിനേഷനിൽ കാണാൻ കഴിയില്ല. റഹ്മാൻ എന്നത് എല്ലാവർക്കും ഉള്ളതാണ്. പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്കും അല്ലാത്തവർക്കും ധിക്കാരികളായിട്ട് തന്നെ തുടരുന്നവർക്കും ഒക്കെ. ഇപ്പൊ ശ്വാസം അയക്കാൻ ധിക്കാരികൾക്ക് കഴിയുന്നുണ്ടല്ലോ, ഒരു പ്രയാസവും ഇല്ലാതെ. അള്ളാഹുവിനെ അനുസരിക്കാതെ അള്ളാഹുവിനോട് അക്രമം കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കും ജീവിത വിഭവങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറെയൊക്കെ ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ സൃഷ്ടികളെ മുഴുവനുമായി പൊതിഞ്ഞു നിൽക്കുന്നതാണ് എന്നതാണ് റഹ്മാൻ എന്ന പദം സൂചിപ്പിക്കുന്നത്. എന്നാൽ റഹീം എന്നത് അള്ളാഹു അവനിലേക്ക് മടങ്ങിയ, അവനിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട്, അവനെ തവക്കൽ ചെയ്തുകൊണ്ട് അവനിലേക്ക് മടങ്ങുന്ന, പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്കൊക്കെ
അതുപോലെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അവനെ എല്ലാം ഏൽപ്പിക്കുന്നവർക്ക് നൽകുന്ന കാരുണ്യമാണ്. അപ്പോ ഇവിടെ വകാന ബിൽ മുഅ്മിനീന റഹീമ, വിശ്വാസികളോട് അവൻ റഹീമാണ്, വലിയ റഹ്മത്ത് നൽകുന്നവനാണ്. രണ്ടിന്റെയും അടിസ്ഥാനപരമായ ആശയം കാരുണ്യം തന്നെയാണെങ്കിലും ഒന്ന് എല്ലാവർക്കും നൽകുന്ന കാരുണ്യമാണെങ്കിൽ ഇത് വിശിഷ്ടമായിട്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട, അള്ളാഹുവിനെ അംഗീകരിച്ച, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന, അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കായിട്ട് നൽകപ്പെടുന്നതാണ്. തഹിയ്യതുഹും യൗമ യൽഖൗനഹു, അവനെ അവര് കണ്ടുമുട്ടുന്ന ആ നാളുണ്ടല്ലോ, ആ നാളിൽ അവരുടെ അഭിവാദനം എങ്ങനെയായിരിക്കും? സലാമുൻ, ശാന്തി സമാധാനം എന്നാണ് തഹിയ്യത്ത് ഉണ്ടാവുക. അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ് വിശ്വാസികൾക്ക് പാരത്രിക ലോകത്ത് റിയലൈസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ സ്വപ്നം, ഏറ്റവും വലിയ ആഗ്രഹം. വിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയ റിവാർഡായിട്ട് അള്ളാഹു നൽകാനിരിക്കുന്നത് അള്ളാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയുടെ വേളയിൽ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുന്ന ആ ഘട്ടത്തിൽ, അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയുടെ ആ സന്ദർഭത്തിൽ അവര് പരസ്പരം തഹിയ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സലാം എന്നാണ്. അതെന്താണ് എന്ന്, ആ സമാധാനവും ശാന്തിയും ആശംസിക്കുക എന്നത് എന്താണ് എന്ന് ജീവിതത്തിലെ എപ്പോഴെങ്കിലും പ്രക്ഷുബ്ധതകളും പ്രതിസന്ധികളും നേരിട്ട ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഓരോ മനസ്സും എത്ര തന്നെ ആഹ്ലാദം അനുഭവിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുന്നുവെങ്കിലും അവർ തേടുന്നത് ഒരു ശാന്തിയാണ്, സമാധാനമാണ്. സമാധാനം നഷ്ടപ്പെട്ട ഒരാൾക്ക് എത്ര നല്ല ഭക്ഷണം കൊടുത്താലും, എത്ര മനസ്സിന് ഇണങ്ങുന്ന ഒരു ഇണയെ കൊടുത്താലും, ജീവിത സൗകര്യങ്ങളൊക്കെ എത്ര ആകർഷകമായത് നൽകപ്പെട്ടാലും അയാൾക്ക് അതിൽ ആസ്വാദനം ഉണ്ടാവില്ല. മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും പ്രധാനമായത്. ഇതാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഘട്ടത്തില് ആ വിശ്വാസികൾ പരസ്പരം ആശംസിച്ചു കൊണ്ടിരിക്കുക, അഭിവാദനം ചെയ്തുകൊണ്ടിരിക്കുക. തഹിയ്യതുഹും യൗമ യൽഖൗനഹു സലാമുൻ, സലാമുൻ എന്നാണ്. ഭീഷണിയൊന്നുമല്ല. ഇവിടെ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പല കേമന്മാരും ഉണ്ട്. ഉരുക്കുമുഷ്ടികൾ കൊണ്ട് പലതും ചെയ്തു കളയുന്നൊക്കെയാണ് ചിലരൊക്കെ വിളിച്ചു പറയുന്നത്. അധികാരത്തിൽ വന്നാല് പിന്നെ അവർക്ക് തോന്നിയ പോലെ തന്തോന്നികളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അവരുടെ ധാരണ. എന്നാൽ അവർക്ക് മുകളിൽ ഒരു അധികാരിയുണ്ട്. ഏത് അധികാരസ്ഥന്റെയും മുകളിലായിട്ട് ഒരു അധികാരിയുണ്ട് എന്ന വിശ്വാസത്തില് ദൃഢബോധ്യമുള്ള ആളുകളാണ് സത്യവിശ്വാസികൾ. അവരൊരിക്കലും തന്നെ ഈ മടയന്മാരുടെ ഈ വീരവാദങ്ങള്, പൊള്ളയായിട്ടുള്ള ഭീഷണികള്, അത് അവർക്ക് നമ്മളെ ശരീരങ്ങളെ വേദനിപ്പിക്കാൻ സാധിച്ചു എന്ന് വരും. പക്ഷെ നമ്മളെ കാരാഗ്രഹങ്ങളിൽ അടച്ചിടാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ വേദന ശരീരത്തിന് നൽകുന്നത് അവരല്ലല്ലോ, സന്തോഷം നൽകുന്നതും അവരല്ല. ശരീരത്തിന് വേദന ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു റബ്ബില് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടപ്പോ അള്ളാഹു തീക്കാണ്, അഗ്നിയോടാണ് നിർദ്ദേശം കൊടുത്തത്. യാ നാറ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന്. ഭീഷണിപ്പെടുത്തുന്നവരുടെ ഭീഷണികൾ നടപ്പിലാക്കപ്പെടുമ്പോ യാ നാറ കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞ കാര്യം ഓർക്കുക. അവര് ചിലപ്പോ തീപ്പൊള്ളൽ ഏൽപ്പിക്കുകയാണെങ്കിൽ തീക്ക് പൊള്ളിക്കാനുള്ള കഴിവുണ്ടാകുന്നതും അത് വേദനിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നതും ഒക്കെ അള്ളാഹു അവന്റെ ഇച്ഛ കാരണമായിട്ട് നിലനിർത്തുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ ഭീഷണിപ്പെടുത്തുന്നവരുടെ ഭീഷണിക്കൊന്നും ഒരു വിലയും ഉണ്ടാവില്ല, ഒരു മൂല്യവും ഉണ്ടാവില്ല. അതൊക്കെ അവരുടെ പൊള്ളയായ മടയൻ വർത്തമാനങ്ങൾ മാത്രമാണ് എന്നതാണ് സത്യം. തഹിയ്യതുഹും യൗമ യൽഖൗനഹു, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ നാളിൽ അവർക്കുള്ള ആശംസ, അവർക്കുള്ള പരസ്പരമുള്ള അഭിവാദനം സലാമുൻ എന്നതാണ്. ശാന്തി, സമാധാനം, ഇതാണ്. വഅഅദ്ദ ലഹും അജ്റൻ കരീമ. ഈ ശാന്തി ആശംസ എന്നത് ഇസ്ലാമിലെ മാത്രം ഒരു സംഗതിയല്ല. പൂർവിക പ്രവാചകന്മാര് പഠിപ്പിച്ച, അവരുടെ പിൽക്കാലത്ത് അതിലെ അവരുടെ വിശ്വാസ ദർശനത്തിന്റെ പാതയിൽ അവശേഷിക്കുന്ന മതരൂപങ്ങളിലൊക്കെയും തന്നെ ഈ ഒരു സ്വഭാവം കാണാൻ കഴിയും.
ഷലോം എന്ന് യഹൂദര് പറയുന്ന കാണാം. ഓം ശാന്തി എന്നൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ള പല മതവിശ്വാസധാരകളിലുള്ളവർ പറയുന്ന കേൾക്കാം. ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് സലാം. അപ്പോ യൗമ യൽഖൗനഹു, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ നാളിൽ അവർക്ക് ഉള്ള ആശംസയും അഭിവാദനവും ഒക്കെ ശാന്തി, സമാധാനം എന്നുള്ളതാണ്, സലാമുൻ എന്നാണ്. വഅഅദ്ദ ലഹും അജ്റൻ കരീമ. വളരെ അത്ഭുതകരമായ, വളരെ ആശ്ചര്യജനകമായ ഒരു കാര്യം ലോകത്തോട് വിശ്വാസികൾക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. ആരുമായിട്ടും ഒരു കാരണവുമില്ലാതെ സംഘർഷത്തിൽ ഏർപ്പെടുക എന്നത് ഇസ്ലാമിന്റെ ഒരു സ്വഭാവമല്ല. ഇസ്ലാമിന് അതിന്റെ ഫോറിൻ പോളിസി ആയിട്ട് പോലും ഉള്ളത് സലാമാണ്. അയൽവാസിയോട് അസ്സലാമു അലൈക്കും, അയൽ രാജ്യത്തോട് അസ്സലാമു അലൈക്കും എന്ന് തന്നെയാണ് നമ്മളുടെ പോളിസി. അയൽ രാജ്യമായി പോയി, അല്ലെങ്കിൽ പണ്ടെന്നോ കാലത്ത് ഈ ഏതെങ്കിലും ഒരു നാട് രണ്ട് കഷ്ണമാക്കി അങ്ങനെ രണ്ട് രാജ്യമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ അത് നിലനിൽക്കുന്നു എന്നതിന്റെ പേരിൽ അയൽപക്കത്തുള്ളവര് നമ്മളുടെ ശത്രുക്കളാണ് എന്ന വിധത്തിൽ കാണുന്ന ഒരു രീതി ഇസ്ലാമിനില്ല. ശത്രുതക്ക് കാരണം അയൽവാസിയാണ് എന്നുള്ളതോ അല്ലെ മുമ്പ് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റി എന്നതിന്റെ പേരിലോ ഒന്നുമല്ല. ശത്രുതക്ക് കാരണം അവര് ഹക്കിന് വിരുദ്ധമായി നിലകൊള്ളുകയും അതിക്രമികളായി മാറുകയും ചെയ്യുമ്പോഴൊക്കെ മാത്രമാണ് ശത്രുത ഉണ്ടാവുക. അല്ലാതെ അടിസ്ഥാനരഹിതമായി നമ്മുടെ നാട്ടുകാരല്ല എന്നതിന്റെ പേരിൽ ആരോടെങ്കിലും ശത്രുത കാണിക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു നയമേ അല്ല. നമ്മുടെ വീട്ടിലുള്ള ആളല്ല എന്ന് കരുതിയിട്ട് അവരോട് നമ്മൾ എന്തെങ്കിലും കൊരോധം വെച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ രീതിയല്ല. ആരോടും ശത്രുത കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സലാമുൻ എന്നാണ് വിശ്വാസികൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഘട്ടത്തില് പരസ്പരം അഭിവാദനം ചെയ്യുന്ന അവരുടെ ശാന്തി ആശംസ. അഅദ്ദ ലഹും അജ്റൻ കരീമ, അവർക്കായിട്ട് അത്യുദാരമായ പ്രതിഫലം ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. വഅഅദ്ദ ലഹും, അവൻ അവർക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു അജ്റൻ കരീമ, ഏറ്റവും ഉദാരമായ പ്രതിഫലം. ഇതാണ് അള്ളാഹു തുറന്നു പറയുന്നത്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള അശാന്തിയും പേറുന്ന മനസ്സുകളുമായിട്ട് അവനെ കണ്ടുമുട്ടാൻ വിശ്വാസികൾക്ക് കാരണമില്ല. വിശ്വാസികൾ മനഃശാന്തിയോടുകൂടി പരസ്പരം ശാന്തിയും സമാധാനവും ആശംസിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വേളയിൽ ഒത്തൊരുമിച്ച് കൂടുന്നത്. പരസ്പരം അവർക്ക് പറയാനുള്ളത് ഈ ആശംസയാണ്. യാതൊരു മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന, മനസ്സിനെ ഏതെങ്കിലും നിലക്ക് വിഷമിപ്പിക്കുന്ന സംസാരമൊന്നും ആ ഘട്ടത്തിൽ അവര് പരസ്പരം പറയില്ല. സലാം എന്നാണ് പറയുക, ശാന്തി, സമാധാനം എന്നാണ് അവർക്ക് ആശംസിക്കാനുള്ളത്. അപ്പൊ ഈ ശാന്തി സമാധാനത്തിന്റെ ആശംസ യഥാർത്ഥത്തില് 3 തലത്തില് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. സൂറത്ത് യാസീനില് അള്ളാഹു വിശ്വാസികളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത് കാണാം. സൂറത്ത് യാസീനിൽ 5-ാമത്തെ ആയത്തില് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ രക്ഷിതാവിൽ നിന്നുള്ള സംസാരം അവർ കേൾക്കാനിടയാവുന്നത് സലാം എന്നാണ്. നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്നാണ്. ശാന്തി കൊടുക്കുന്നതും അള്ളയാണ്, ആശംസിക്കുന്നതും അള്ളാഹുവാണ്. ഇനി സൂറത്തു നഹലില് 32-ാമത്തെ ആയത്തിൽ കാണാം, മലക്കുകള് ഓരോ വിശ്വാസിയുടെയും ജീവൻ എടുക്കുന്ന ഘട്ടത്തിൽ, ആത്മാവിനെ പിടികൂടുന്ന ഘട്ടത്തിൽ അവരെ ശാന്തി ആശംസിച്ചുകൊണ്ടാണ് അവരെ പിടികൂടുക എന്നത് പരാമർശിക്കുന്നത് കാണാൻ കഴിയും. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ, നല്ല മനുഷ്യന്മാരെ ആയിട്ട് ജീവിച്ച ആളുകളെ മലക്കുകൾ ഏറ്റുവാങ്ങുന്ന ഘട്ടത്തില് യഖൂലൂന, അവര് പറയുന്നത് ഇങ്ങനെയാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. ഉദ്ഖുലുൽ ജന്നത, നിങ്ങള് സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങളുടെ സൽകൃത്യങ്ങളുടെ പേരിൽ, നിങ്ങളുടെ സൽപ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം എന്ന നിലക്ക് നിങ്ങൾക്കിതാ സ്വർഗപ്രവേശനം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സലാം ആശംസിച്ചുകൊണ്ടാണ് മലക്കുകൾ അവരുടെ ആത്മാക്കളെ ഏറ്റുവാങ്ങുക. ഇനി സൂറത്ത് യൂനുസില് അള്ളാഹു
വിശ്വാസികൾ പരസ്പരം സലാം ആശംസിക്കുന്ന കാര്യം പറയുന്നതാണ്. ദഅവാഹും ഫീഹ, സ്വർഗത്തിലെത്തുമ്പോ അവിടെയുള്ള പ്രാർത്ഥന സുബ്ഹാനക്, നീ അങ്ങേയറ്റം പരിശുദ്ധനാണ് എന്ന പ്രശംസ അള്ളാഹുവിനോട് പറയലാണ്. അതുപോലെ സുബ്ഹാനക അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട് വതഹിയ്യതുഹും ഫീഹ, അവരവിടെ പരസ്പരം അഭിവാദനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സലാം എന്നാണ്. വാഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്തുതി കീർത്തനങ്ങള് അള്ളാഹുവിനാണ് എന്ന പ്രാർത്ഥനയിലാണ്, എന്ന ദിക്റിലാണ് അവരൊരു സംസാരം അവസാനിപ്പിക്കുക. ആ അവസ്ഥയിലായിരിക്കും അവര് സ്വർഗത്തിൽ. എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശികൾ അല്ലെങ്കിൽ വിശ്വാസികൾ സ്വർഗത്തിലെത്തിയ ഘട്ടത്തില് അവര് പരസ്പരം യാതൊരു അനിഷ്ടത്തിന്റെയോ വെറുപ്പിന്റെയോ ഇടുക്കമുള്ള മനസ്സിന്റെയോ സംസാരമല്ല നടത്തുക, മറിച്ച് വലിയ ആശംസകള്, ശാന്തിയും സമാധാനവുമാണ് പരസ്പരം ആശംസിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പൊ ഇവിടെ വലിയ പ്രതിസന്ധികള് ആന്തരികമായും ബാഹ്യമായും നേരിട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളുടെ സമൂഹത്തോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ സ്മരണ ഏറ്റമേറ്റം വർദ്ധിപ്പിച്ചുകൊണ്ട് രാവും പകലും ചെലവഴിക്കുക. അങ്ങനെ ചെയ്യുക. അവനാണ് നിങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞു തരുന്നത്. ഈ വിമർശനം ഉന്നയിക്കുന്നവരോ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരോ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവര് വെറും വായ കൊണ്ട് ഓരോ സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതല്ലാതെ. അതുകൊണ്ട് നിങ്ങളെ ഇരുട്ടുകളിൽ നിന്നും മുക്തരാക്കി മോചിപ്പിച്ച് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് ഈ വിധത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതും മലക്കുകൾ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ. സത്യവിശ്വാസികളോട് പ്രത്യേകമായ കാരുണ്യമുള്ളവനാണ് അള്ളാഹു. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാളിൽ നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുക സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏറ്റവും മഹത്തരമായ അത്യുദാരമായ പ്രതിഫലമാണ് നിങ്ങൾക്കായി അള്ളാഹു ഒരുക്കിയിട്ടുമുള്ളത് എന്നാണ് തുടർന്ന് അവിടെ പറയുന്നത്. അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.